എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഇതൊരു ട്രഡീഷണലായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിനകത്തൊന്നുമല്ല, നമ്മൾ ഉരുളിയിൽ വെച്ച് തന്നെ പാലട പായസം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ്. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഇതിനു വേണ്ടി ഞാനൊരു ഉരുളിക്കകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക, ഒരു 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചെടുത്തിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് പാലൊഴിക്കാവൂ. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ, പശുമ്പാൽ, കട്ടിയുള്ള പശുമ്പാലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇത് തിളയ്ക്കുന്നിടം വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. പാല് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചവിട്ടിൽ പിടിക്കും കേട്ടോ. നമ്മൾ കട്ടിയുള്ള പാലല്ലേ ഒഴിച്ചു കൊടുക്കുന്നത്, പെട്ടെന്ന് ചവിട്ടിലും പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത് അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാല് തിളപ്പിച്ചെടുക്കാം. സാധാരണ പായസം വെക്കുന്ന കണക്കല്ല കേട്ടോ പാലട പായസം വെക്കുന്നത്. പാലട പായസത്തിന് നന്നായിട്ട് പാല് തിളച്ച് വെന്ത് വറ്റി വരണം. ഈ പാല് ഒരുവിധം തിളച്ച് വന്നിട്ടുണ്ട്, തിളച്ച് കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഇതൊരു നമ്മൾ ചേർത്തതിലും ഇതിലൊരു 1 ലിറ്റർ പാലോളം കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ചേർക്കണം. ഈ മധുരവും കൂടെ ഇതിനകത്ത് ചേർത്തതിന് ശേഷം വേണം പാൽ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാൻ. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഈ പഞ്ചസാരയും പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഈ പാലൊന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റുന്ന സമയത്ത് നമുക്കിനി അട വേവിച്ചെടുക്കാം. ഒരു 200 ഗ്രാം അട വേവിക്കാനുള്ള വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കണം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ വേണം അട ഇട്ട് കൊടുക്കാൻ. എനിക്ക് കിട്ടിയിരിക്കുന്ന അട വെള്ള അടയാണ് കേട്ടോ. ഇതിൻ്റെ കുത്തരിയുടെ അട കിട്ടും. അതാകുമ്പോൾ നമ്മൾ പായസം വെക്കുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് പിങ്ക് കളറിൽ കിട്ടും. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ മതി. ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് അട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. സാധാരണ നമ്മൾ അടുപ്പിലിട്ട് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ 2-3 പ്രാവശ്യം ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി അടച്ച് വെച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അട നന്നായിട്ട് വെന്ത് കിട്ടും. ഈ പാലും പഞ്ചസാരയും കൂടെ ചേർത്തത് കുറച്ച് വറ്റി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണം കുറച്ചും കൂടെ ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് ഏകദേശം ഒരു 45-50 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റിച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കി ഇതിലേക്ക് വെന്ത് വരുന്ന അട ചേർത്ത് കൊടുക്കാൻ. പാല് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം പകുതിയോളം പാല് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ മൊത്തം 3.5 ലിറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി കൂടുതൽ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നോക്കി അട ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തതാണ്. അട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറിലിട്ട് വേവിക്കുകയോ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വേവിക്കുകയോ ഒന്നും വേണ്ട. ഇതുപോലെ അടച്ച് വെച്ചിരുന്നാൽ മതി. നന്നായിട്ട് തന്നെ അട വെന്ത് കിട്ടുക. നല്ലതുപോലെ അട വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അട നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഊറ്റിയെടുക്കണം. നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ പശപ്പൊക്കെ മാറുന്നിടം വരെ കഴുകി ഊറ്റിയെടുക്കാം. ഇനി ഈ പാലിലോട്ട് കഴുകി ഊറ്റി വെച്ചേക്കുന്ന അടയിട്ട് കൊടുക്കാം. ഒരു 2 വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത തണുത്ത പച്ചവെള്ളത്തിൽ കഴുകി ഊറ്റിയെടുക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ച് ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. പാലിൻ്റെയൊക്കെ കളറ് കുറച്ച് നല്ല ക്രീം കളറായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ കണ്ടോ, പാല് ഒരുവിധം നന്നായിട്ട് നല്ല ക്രീം കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട 1 പിഞ്ച് ഉപ്പാണ്. ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം, എന്നാലേ ആ ഒരു പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതാ ഇതുപോലെ നിളക്കുമ്പോൾ ബാക്കിൽ ഇതാ നല്ല ക്രീം പരുവായിട്ടുണ്ട്. ഇതാണ് പായസത്തിൻ്റെ കറക്റ്റ് ഒരു കണക്ക്. ഇനി നമുക്കിതിലേക്ക് ഉപ്പില്ലാത്ത ബട്ടർ ഉണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത ബട്ടറും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പായസം ഇതുപോലെ ആവാൻ ഏകദേശം ഒരു 2 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ നല്ലതുപോലെ ഒരു കളറിന് നല്ല ചേഞ്ച് വരും. നന്നായിട്ട് കളറിന് ചേഞ്ച് വന്നിട്ടുണ്ട്. പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി കുത്തരിയുടെ അടയാണ് കിട്ടിയെങ്കിൽ കുറച്ചും കൂടെ നല്ല ഒരു ഡാർക്ക് പിങ്ക് കളർ കിട്ടും. ഇത് അത്യാവശ്യം നല്ലൊരു പിങ്ക് കളറോട് കൂടി തന്നെ കിട്ടുന്നത്. ലൈറ്റിൻ്റെ ആയതുകൊണ്ട് അറിയാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.